ഓക്കെ, ഇനി അപ്പം ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള നമ്മളുടെ സ്മാർട്ട് സ്ട്രാറ്റജി, എങ്ങനെ നമുക്ക് കെമിസ്ട്രി ഒരു സ്ട്രാറ്റജി ഡിവൈസ് ചെയ്തുകൊണ്ട് പഠിക്കാം എന്നുള്ളത് നോക്കാം. ഇനോർഗാനിക്കില് എന്താണെങ്കിലും കോർഡിനേഷൻ കെമിസ്ട്രി മസ്റ്റ് ആണ്. ആൻഡ് ബോണ്ടിങ്ങിനെ കുറിച്ച് നല്ല ധാരണ വേണം. കെമിക്കൽ ബോണ്ടിങ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചിട്ടുണ്ടാവണം. 18+14 ക്വസ്റ്റ്യൻസ് വന്ന ഈ ഒരു ഭാഗം ഇനോർഗാനിക് കെമിസ്ട്രി എന്തായാലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം. അടുത്തത് ഓർഗാനിക് ആണ്. ഓർഗാനിക്കില് ജനറൽ ഓർഗാനിക് കെമിസ്ട്രിന്റെ സ്ട്രോങ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ നിങ്ങൾ വേണം. പിന്നെ എല്ലാ ഓർഗാനിക് ചാപ്റ്റേഴ്സും പഠിക്കണം. അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് കൂടുതൽ വന്നത് ഈ പറയുന്ന ആൽഡിഹൈഡ്, കീറ്റോൺ ആൻഡ് കാർബോക്സിലിക് ആസിഡ് എന്നാണ്. പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഓർഗാനിക് കെമിസ്ട്രി നിങ്ങൾ ഒരു ടോട്ടാലിറ്റിയിൽ വേണം മനസ്സിലാക്കാൻ. ജനറൽ ഓർഗാനിക് കെമിസ്ട്രി ആൻഡ് പിന്നെ നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രിയുടെ ഇൻഡിവിജ്വൽ ചാപ്റ്റേഴ്സ് അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് നമ്മളുടെ തന്നെ അതിലുള്ള മോക്ക് ടെസ്റ്റ് സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ ഡിറൈവ് ചെയ്ത് നമ്മൾ സ്വയം ക്രിയേറ്റ് ചെയ്ത മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ ചെയ്തു നോക്കുക. ആ മോക്ക് ടെസ്റ്റിലേക്കുള്ള ലിങ്ക്, നമ്മുടെ വെബ്സൈറ്റിലേക്കുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. www.crisperlearning.com എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള മോക്ക് ടെസ്റ്റും അതിൽ ചെയ്യാവുന്നതാണ്. സോ അതും നിങ്ങൾ മസ്റ്റ് ആയിട്ടും ചെയ്തു നോക്കുക. ആൻഡ് ഫിസിക്കൽ കെമിസ്ട്രിയിൽ ഇലക്ട്രോ കെമിസ്ട്രിയും ഇക്വിലിബ്രിയത്തിനും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതിൽ തന്നെ ഇലക്ട്രോ കെമിസ്ട്രിക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ടത്.